ശരീരത്തിൽ പല പല രൂപത്തിലേക്ക് മാറാൻ കഴിവുള്ള ഒരാളുണ്ട്. അറിയാമോ? സ്റ്റെം സെൽസ് ആണത്. അവർക്ക് വിവിധ തരം കോശങ്ങളായി മാറാൻ പറ്റും. വേറെ ഒരു സെൽസിനും ഇങ്ങനെ മാറാനുള്ള കഴിവില്ല. കാലക്രമേണ അവ നശിച്ചു പോകും. ഫോർ എക്സാമ്പിൾ, RBCയുടെ ആയുസ് 120 ദിവസമാണ്. അത് കഴിയുമ്പോൾ അത് നശിച്ചു പോകും. സ്കിൻ സെൽസിന്റെ ആയുസ് 30 ദിവസമാണ്. അത് കഴിഞ്ഞാൽ അതും നശിച്ചു പോകും. നമ്മുടെ സ്റ്റെം സെൽസിന് പുതിയ കോശങ്ങളായി മാറാൻ സാധിക്കും. അതുപോലെ തന്നെ അത് ഡിവൈഡ് ചെയ്ത് പുതിയ സ്റ്റെം സെൽസ് ആയി രൂപപ്പെടാനും സാധിക്കും. ബ്രെയിൻ, ഹാർട്ട്, മസിൽ, സ്കിൻ, ബോൺ അങ്ങനെ ഏത് കോശങ്ങളായും ഇവർക്ക് മാറാൻ സാധിക്കും. 3 തരത്തിലുള്ള സ്റ്റെം സെൽസ് ആണ് ഉള്ളത്. ഒന്ന് എംബ്രിയോണിക് സ്റ്റെം സെൽസ്. ഭ്രൂണത്തിൽ നിന്ന് ലഭിക്കുന്ന ഇവർക്ക് ഏത് തരത്തിലുള്ള കോശത്തിലേക്ക് മാറാനുള്ള പൂർണ്ണമായ കഴിവുണ്ട്. 2 അഡൽട്ട് സ്റ്റെം സെൽസ്. ശരീരത്തിന്റെ പല ഭാഗങ്ങളിലായി കാണുന്ന ഇവർക്ക് വേറെ തരത്തിലുള്ള കോശങ്ങളിലേക്ക് മാറാനായി സാധിക്കില്ല. ഉദാഹരണത്തിന് ഇപ്പോൾ സ്കിൻ സെൽസ് ആണെങ്കിൽ അവയ്ക്ക് വീണ്ടും സ്കിൻ സെൽസ് ആയിട്ട് മാത്രമേ ഡിവൈഡ് ചെയ്യാൻ സാധിക്കുള്ളൂ. വേറൊരു ഫോമിലേക്ക് മാറാനായി സാധിക്കില്ല. 3-ാമത്തേത് ഇൻഡ്യൂസ് പ്ലൂറിപൊട്ടന്റ് സ്റ്റെം സെൽസ്. ഇത് സയന്റിസ്റ്റുകൾ ഡെവലപ്പ് ചെയ്തെടുത്ത സ്റ്റെം സെൽസ് ആണ്. ഇത് എംബ്രിയോണിക് സ്റ്റെം സെൽസിനെ പോലെ തന്നെ വർക്ക് ചെയ്യും. ഭാവിയിൽ സ്റ്റെം സെൽസ് ഉപയോഗിച്ച് പേഴ്സണലൈസ്ഡ് ഹെൽത്ത് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഉണ്ടാവും. അൽഷിമേഴ്സ് പോലെയുള്ള രോഗങ്ങൾ ഇല്ലാതാക്കാൻ കഴിഞ്ഞേക്കും. സ്റ്റെം സെൽസ് ഉപയോഗിച്ച് നമ്മുടെ ഓർഗൻസ് 3D പ്രിന്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നു വരികയാണ്. അപ്പൊ പറഞ്ഞു വരുന്ന ഇതാണ്, സ്റ്റെം സെൽസ് ആർ ദ മാസ്റ്റർ സെൽസ് ഓഫ് അവർ ബോഡി.